ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത നല്ല അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിൻ പോയി കഴിയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. എന്നാലും അയാൾ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഞാൻ കേൾക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ സംസാരിച്ചത്. അതിനർത്ഥം ആ പണം കടം വാങ്ങിയ പണം ഞാൻ വേഗം കൊടുക്കണമെന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാനിപ്പോ പൈസ എങ്ങനെ ഒപ്പിക്കും? ഒരു വഴിയില്ലല്ലോ. എൻ്റെ കുട്ടീഷ്ണ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണിച്ചു തരണേ. ഒരു കാര്യം ചെയ്യാം, ജിലേബി ഉണ്ടാക്കി കടം വീട്ടാം. ഓ വേണ്ട, അതൊരു പ്രാവശ്യം തുടങ്ങിയിട്ട് കച്ചവടം നഷ്ടമായിട്ട് നിർത്തി പോയതല്ലേ. ഇനിയിപ്പോ എന്ത് കച്ചവടം തുടങ്ങാം? ഇനിയിപ്പോ ആ ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും വിളംബരം ചെയ്തിട്ട് അങ്ങനത്തെ കച്ചവടം തുടങ്ങിയാലോ? ഓ വേണ്ട, അതിനൊക്കെ പൈസ ഉണ്ടാക്കണേ ഒത്തിരി സമയം പിടിക്കും. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ എന്താ ഒരു വഴി? ആ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ജിലേബിയും ഫുഡൊക്കെ ഉണ്ടാക്കാം. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് ശ്രുതി വിചാരിക്കുകയാണ്. അതിനുശേഷം ശ്രുതി ആണെങ്കിൽ നേരെ അടുക്കളയിലേക്ക് പോകുകയാണ്. അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ പ്രീതി വരുന്നുണ്ട്. എന്താ ശ്രുതി ചേച്ചി, ചേച്ചി ഇപ്പൊ ഒന്നും എന്നോട് മുണ്ടില്ല, ഞാൻ അത്ര തിരക്കിലാണ്. അല്ല, ആകാശേട്ടൻ ഫുഡ് കഴിച്ചായിരുന്നോ? ഇല്ല, ആകാശേട്ടൻ ഫുഡ് കഴിച്ചിട്ടില്ല, കൊണ്ടേ കൊടുക്കാൻ പോണേ ഉള്ളൂ. ആണോ? എങ്കിൽ ചേച്ചി ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് ഭയങ്കര പണിയിലാട്ടോ. ഇതെന്തൊക്കെയാ ഉണ്ടാക്കണം ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് ചേച്ചി, ചേച്ചി മിണ്ടല്ലേ, എന്റെ കോൺസെൻട്രേഷൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജിലേബി ഒരു കുന്ന് ജിലേബി ഉണ്ടാക്കുവാണ്. ശേഷം ഒരുപാട് ഭൂരി ഉണ്ടാക്കുന്നുണ്ട്. ഭൂരിക്ക് കറിയായിട്ട് കിഴങ്ങ് കറിയും അതുപോലെ തന്നെ മറ്റേ അട്ടാണി കറി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ പീസിന്റെ കറി ഉണ്ടാക്കുന്നുണ്ട്, കിഴങ്ങ് കറി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ മസാല കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ 3 കൂട്ടം കറികളും പിന്നെ ഭൂരിയും അതുപോലെ തന്നെ ചപ്പാത്തിയും പിന്നെ കുറെ ജിലേബിയാണ് ശ്രുതി ഉണ്ടാക്കണത്. അപ്പൊ ഒരു കുന്ന് ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് പ്രീതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി ഇതെന്താ ഇത്ര ഉണ്ടാക്കണേന്ന് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ഉണ്ട് എന്ന് പറയാണ്. അഞ്ജലി വരുന്നുണ്ട്. ആ ശ്രുതി, ഇതെന്തൊക്കെയാ അടുക്കളയില്? അല്ല, ഇവിടെ ഉള്ളവർക്കെല്ലാം നീ ഫുഡ് ഉണ്ടാക്കുവാണോ? അപ്പോഴേക്കും മനോരമ വരുന്നുണ്ട്. അല്ല, ഇത് ഇവിടെ ഉള്ളവർക്ക് മാത്രം ഉള്ളതല്ലല്ലോ, ഈ നാട്ടുകാർക്കുള്ളതുണ്ടെന്ന് തോന്നണമല്ലോ. അല്ല ശ്രുതി, നീ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ? അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇത്ര ഫുഡ്? അയ്യോ അല്ല അല്ല, അതെ അഞ്ജലി ചേച്ചി, ഇന്ന് അശ്വിൻ സാറിന്റെ ഓഫീസിലെ ക്യാൻറ്റീൻ ഈ ലീവ് അല്ലേ ഇന്ന്? ക്യാൻറ്റീൻ ഇന്ന് ഇല്ലല്ലോ. ഇല്ല, ഇന്നില്ല, ക്യാൻറ്റീൻ ഇന്ന് ഇല്ലാത്ത ദിവസമാണ്. ഞാൻ അവിടെ ഉള്ളവർക്കൊക്കെ ഫുഡ് കൊടുത്താലോ എന്ന് ആലോചിക്കണം. ആഹാ, അത് കൊള്ളാലോ എന്ന് അഞ്ജലി പറയാണ്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തോട്ടെ? അതിനെന്താ, നീ കൊണ്ടുപോയി കൊടുത്തോ എന്ന് അഞ്ജലി പറയാണ്. അങ്ങനെ അഞ്ജലി പറയണ്ട, എന്നാൽ അഞ്ജലി പറഞ്ഞ ഞാൻ ടിഫിൻ ബോക്സ് എടുത്തുതരാം, അതിലാകുമ്പോഴേക്കും എളുപ്പമുണ്ടല്ലോ, എല്ലാവർക്കും ഒരേ പാത്രം വെച്ച് കൊടുത്താൽ മതിയല്ലോ. ശരി എങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് ശ്രുതിയും പറയാണ്. ശേഷം ഒരുപാട് ടിഫിൻ ബോക്സ് എടുക്കുന്നുണ്ട്. അതായത് 3 ടിഫിൻ ബോക്സ് എടുക്കണം. അതിൽ 8 കട്ടയുണ്ട്. അതായത് 8 ടിഫിൻ ബോക്സ് ഉള്ള ഒരു അതായത് ഒരു 3 ഇതാണ് എടുക്കുന്നത്. ടിഫിൻ ബോക്സ് എടുക്കണം. ഒരെണ്ണത്തിൽ തന്നെ 8 ഇതുണ്ടാവും, ബോക്സ് ഉണ്ടാവും. അങ്ങനെ മൊത്തം ഒരു 10-24 ബോക്സ് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ശ്രീ. അത് മാത്രമല്ല, ആകാശിന് വിട്ട് വേറൊരു ബോക്സ് നമ്മുടെ പ്രീതി കൊടുത്തു വിടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതി ഇതെല്ലാം കൊണ്ടിട്ട് അശ്വിന്റെ കമ്പനിയിലേക്ക് പോകാൻ പോവാട്ടോ. അപ്പൊ അശ്വിന്റെ കമ്പനിയിലാണെങ്കിൽ ക്യാൻറ്റീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അശ്വിൻ എല്ലാവർക്കും വേണ്ടി പിസ്സ ഓർഡർ ചെയ്തിരിക്കുക കേട്ടോ. അപ്പൊ അവിടെ പോകുമ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് 1 മണിയൊക്കെ ആവും കേട്ടോ. പിസ്സ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ. സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ അയ്യോ വിശന്നിട്ട് വയ്യ, വയറ് കത്തുന്നു, എനിക്കിനി ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഒട്ടും വിശന്നിട്ട് വയ്യ എന്നൊക്കെ പറയുമ്പോ ആകാശ് പറയണ്ടേ, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കടയിൽ വിളിച്ചു നോക്കണം. ഹലോ ചേട്ടാ, ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്തിരുന്നു, ഇതുവരെ എത്തിയില്ല. ഓ ശരി ശരി എന്ന് പറയാണ്. ഓ ആവുന്നേ ഉള്ളൂന്ന്. അയ്യോ ആവുന്നേ ഉള്ളൂ, എനിക്ക് വയ്യ, എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് ആനയെ തിന്നാണ് വിശപ്പുണ്ട്. അങ്ങനെ എല്ലാവരും വിശന്ന് തളർന്നു പോകുവാട്ടോ. അത് അശ്വിൻ കാണുന്നുണ്ട്. അശ്വിൻ ആണെന്നുണ്ടെങ്കിൽ എന്താ ആകാശ്, ആ പിസ്സ ഒന്നും എത്തിയില്ലേ? ഇല്ല ഏട്ടാ, ഇതുവരെ എത്തിയിട്ടില്ല. ഓ എന്തൊരു കഷ്ടം ഇത്, എനിക്കും വിശക്കുന്നുണ്ടെന്നൊക്കെ അശ്വിനും പറയണം. ആ സമയത്താണ് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ആ ടിഫിൻ ബോക്സ് ഒക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ സെക്യൂരിറ്റി ചേട്ടന്മാർ ചോദിക്കുന്നുണ്ട്, അല്ല മാഡം ഇത് എന്താന്ന് ചോദിക്കുമ്പോഴേക്ക് ഇത് ടിഫിൻ ബോക്സ്, ഇതിൽ ഫുഡാ ഉള്ളത്, ചേട്ടന്മാർക്കുള്ളത് കൊണ്ട് വാ വാ. അയ്യോ സോറി മാഡം, ഇതൊന്നും കയറ്റി വിടാൻ പറ്റില്ല. അത് പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ ആരാണെന്ന് അറിയാലോ, അതുകൊണ്ട് ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതെ വേഗം വന്ന എല്ലാവർക്കും ഫുഡ് തരാം. മാഡം സോറി മാഡം, കയറ്റി വിടാൻ പറ്റില്ല. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ആ ടിഫിൻ ബോക്സ് തുറക്കാട്ടോ. അതിന്റെ മണം 2 സെക്യൂരിറ്റി ചേട്ടന്മാരുടെ മൂക്കിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുകയാണ്. അപ്പൊ ചേട്ടന്മാര്, ഹായ് നല്ല മണം. അതെ, ഇത് മണം മാത്രമല്ല രുചിയും സൂപ്പറാ, വാ 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 എല്ലാവരും വാ എന്ന് പറയണം. അങ്ങനെ അശ്വിന്റെ കമ്പനിയിൽ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അപ്പൊ ആകാശം വരുന്നുണ്ട്. ആ ശ്രുതി, അതെ ആകാശേട്ടാ, അതെ ഇത് പ്രീതി ചേച്ചി തന്നിട്ട് ആകാശേട്ടന്റെ സ്പെഷ്യൽ. അപ്പോഴേക്കും ആകാശം എല്ലാവരും മുഖത്തേക്ക് നോക്കട്ടെ. എല്ലാവരും വിശന്നിരിക്കുമ്പോ ആകാശം മാത്രം ടിഫിൻ ബോക്സ് മേടിക്കുമ്പോഴേക്കും എല്ലാവരും ദേഷ്യത്തോടെ ആകാശിനെ നോക്കുകയാണ്. ശേഷം ശ്രുതി പറയണ്ട, ആരും വിഷമിക്കേണ്ട, എല്ലാവർക്കുള്ള ഫുഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരും അടുത്തേക്ക് വരുന്നില്ല ശ്രുതിയുടെ. നിങ്ങളെന്തെങ്കിലും മാറി നിൽക്കണത്, നിങ്ങൾക്ക് വിശക്കണില്ലേ? അത് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓ പിസ്സയോ, അതൊക്കെ ഇനി എപ്പ വരാനാണ്? നിങ്ങൾക്ക് കുറച്ചൊന്ന് കഴിച്ചു നോക്കാലോ. പിസ്സ വരുന്നതിന് മുമ്പ് കുറച്ച് കഴിക്കാന്നേ, നല്ല ടേസ്റ്റാ, ഇത് ഞാൻ എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഫുഡാ, വാ 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 എന്ന് പറയുമ്പോൾ ആരും വരുന്നില്ല കേട്ടോ. എല്ലാവരും അശ്വിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കണം. അശ്വിൻ പറയുന്നുണ്ട്, എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയണ്ട, അതെ നിങ്ങൾ ടെൻഷൻ ഒന്നും ആവണ്ട, എല്ലാവരും വിശന്നിരിക്കുക, എല്ലാവർക്കും ഫുഡ് ഞാൻ കൊടുത്തോളാം കേട്ടോ, നിങ്ങൾ അവിടെ മുകളിൽ പോയിരുന്നോ എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് എല്ലാരും വാ ഒരു കാര്യം ചെയ്യും ഇവിടെ ആരും ഇരിക്കണ്ട ക്യാൻറ്റീനിലേക്ക് വാ അവിടെ നമുക്ക് പ്ലേറ്റ് ഉണ്ടല്ലോ എല്ലാവർക്കും ഞാൻ ഫുഡ് തരാം എന്ന് പറയാണ്. അങ്ങനെ ക്യാൻറ്റീനിൽ ശ്രുതി പോയിരിക്കുമ്പോഴേക്കും ആരും അങ്ങോട്ടേക്ക് വരുന്നില്ല കേട്ടോ. ആകാശ് വരുന്നുണ്ട്. ആകാശ് ഫുഡ് കഴിക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ നോക്കുമ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട് സോറി ഏട്ടാ ഇത് പ്രീതി കൊടുത്തു വിട്ട ഫുഡാണ് ഇത് കഴിച്ചില്ലെങ്കിൽ പ്രീതിക്ക് വിഷമോ യു ക്യാരി ഓൺ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അകത്തേക്ക് പോവുകയാണ്. ശ്രുതിയാണെങ്കിൽ ഹോ ആരും വരുന്നില്ലല്ലോ എല്ലാവർക്കും അശ്വിൻ സാറിനെ പേടിയാണ് ഫുഡ് കഴിക്കാൻ പോലും ആരും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ വിഷമത്തോട് നിൽക്കുമ്പോൾ ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ. മാഡം എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വന്നിരിക്കൂന്നേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി വിളിക്കാനായിട്ട് ശ്രുതി ഒരു പാത്രത്തിൽ പൂരി മസാലയും എല്ലാ കറികളും എടുത്ത് കൊടുക്കുകയാണ്. പുറകെ പുറകെ എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും വളരെ വിശപ്പുള്ളത് കൊണ്ട് എല്ലാവരും വലിച്ചു വാരി തിന്നു കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ സന്തോഷമാണ്. എല്ലാവരും പറഞ്ഞു ഹായ് മാഡം നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയാണ്. അപ്പൊ ശ്രുതി പറയണ്ട താങ്ക് യു എല്ലാവർക്കും നാളെ എന്തൊക്കെ ഫുഡാ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരാം. ആണോ മാഡം എന്ന് എനിക്ക് അത് വേണം മാഡം എനിക്ക് ഇത് ഉണ്ടാക്കി കൊണ്ടുവരാമോ എന്നൊക്കെ എല്ലാവരും ചോദിക്കാൻ. ഓക്കെ എല്ലാവർക്കും ഞാൻ കൊണ്ടുവരാം. എന്റെ കച്ചവടം പൊടി പൊടിക്കും എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇത് കണ്ട് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഇത് എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞെങ്കിൽ പോയിരുന്ന് പണി ചെയ് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ എല്ലാവരും അവിടെ നിന്ന് ഓടിക്കുകയാണ്. ശേഷം ശ്രുതി പാത്രങ്ങൾ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് ഇങ്ങനെ വിചാരിക്കുക കേട്ടോ. അപ്പൊ ടിഫിൻ ബോക്സ് എടുത്തുമ്പോൾ അതിൽ 2 ടിഫിൻ ബോക്സിന്റെ കുറവുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി ചേട്ടനോട് ശ്രുതി ചോദിക്കണ്ടേ അല്ല ചേട്ടാ ഈ തട്ടില് 2 പാത്രം കാണുന്നില്ല അത് എവിടെ പോയി. അയ്യോ ഞാൻ കണ്ടില്ലല്ലോ മോളെ ഞാനൊരു കാര്യം ചെയ്യും ഇവിടേക്ക് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് നോക്കുവാണ്. ശ്രുതി പറയേണ്ടത് സാരില്ല ചേട്ടൻ ഇവിടെ നോക്ക് ഞാൻ അപ്പുറത്തെ എങ്ങാനും നോക്കാം ചിലപ്പോൾ ഞാൻ തുറന്ന് അവിടെ എങ്ങാനും വെച്ച് കാണുമായിരിക്കും ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്നാണ് ശ്രുതി ആ കാഴ്ച കാണുന്നത്. വേറൊന്നല്ല ആ 2 ടിഫിൻ ബോക്സ് എടുത്തോണ്ട് പോയത് അശ്വിനാണ് കേട്ടോ. അശ്വിൻ എന്നിട്ട് പതിക്കെ അശ്വിന്റെ റൂമിൽ പോയിട്ട് പതിക്കെ ആ ഭക്ഷണമൊക്കെ എടുത്ത് വലിച്ചു വാരി തിന്നുവാണ്. ഭക്ഷണം മാത്രമല്ല വിരല് പോലും കടിച്ചു പറിച്ച് തിന്നണ അത്ര വിശപ്പാണ്. വിരലൊക്കെ ഇങ്ങനെ നക്കി തുടക്കുവാട്ടോ. അത് കാണുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാണ്. ശ്രുതി അത് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മതി മറന്ന് നോക്കുവാണ്. അശ്വിൻ ഇതൊന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനെ അശ്വിൻ വയറ് നിറച്ച് കഴിച്ചു കഴിയുമ്പോഴാണ് പെട്ടെന്ന് ജിലേബി കാണുന്നത്. ജിലേബി എടുത്ത് അശ്വിൻ കഴിക്കാൻ പോകുമ്പോൾ ശ്രുതി വരുന്നുണ്ട്. അയ്യോ അശ്വിൻ സാർ അത് കഴിക്കില്ലേ സാറിന് അത് കഴിക്കാൻ പാടില്ല അതിന് ഞാൻ മധുരം ഇട്ടിട്ടുണ്ട്. സാറ് ജിലേബി കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മധുരമിടാത്ത ജിലേബി കൊണ്ടുവന്നാനല്ലോ. സാരില്ല നാളെ ഞാൻ സാറിന് സ്പെഷ്യൽ ആയിട്ട് ഹൽവ കൊണ്ടുവരും മധുരം ഇടാത്ത ഹൽവ. സാറിന് ഫുഡൊക്കെ ഇഷ്ടമായോ നീ എടുത്തോണ്ട് പോയിക്കേ എന്ന് അശ്വിൻ പറയാണ്. അങ്ങനെ ശ്രുതി സന്തോഷത്തോടു കൂടി തന്നെ ആ പാത്രങ്ങളൊക്കെ എടുത്തു പോവാണ്. വീട്ടിലെത്തുമ്പോഴും ശ്രുതി ഈ കാര്യം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ. അശ്വിൻ ആ പാത്രങ്ങളൊക്കെ നക്കി തുടച്ചതും അതുപോലെ തന്നെ കൈയൊക്കെ ഇരുന്ന് ചപ്പി വലിച്ചു തുടച്ചതും ഒക്കെ അത്ര രുചിയായിരുന്നു ശ്രുതിയുടെ ഭക്ഷണം. അതുകൊണ്ടാണ് അശ്വിൻ അങ്ങനെ കഴിച്ചത്. അങ്ങനെ ശ്രുതി അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കട്ടെ. അഞ്ജലി അടുത്ത് പറയണ്ട അഞ്ജലി മേഡം നാളെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് ഉണ്ടാക്കാനുണ്ട് കേട്ടോ എന്ന് പറയാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ശ്രുതിനെ കാണുന്നില്ല. അശ്വിൻ ചോദിക്കണ്ടേ അഞ്ജലി ചേച്ചി ശ്രുതിനെ കണ്ടോ. ഇല്ല കുഞ്ഞ. രാമേട്ട ശ്രുതിനെ കണ്ടോ. ശ്രുതി രാവിലെ തന്നെ ഇവിടുന്ന് പോയല്ലോ. പോയെന്നോ എവിടെയാണാവോ. അങ്ങനെ അശ്വിനാണെങ്കിൽ ഓഫീസിൽ എത്തുമ്പോൾ നെട്ടി പോണതേ രാവിലത്തെ ടിഫിൻ തൊട്ടിട്ട് നമ്മുടെ ശ്രുതി അവിടെ വിതരണം ചെയ്ത് തുടങ്ങിയിരിക്കും കേട്ടോ. എല്ലാവരും ശ്രുതിയുടെ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള എപ്പിസോഡാട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ തിങ്കളാഴ്ച കാണാനുള്ള ഭാഗമാണ്. അതായത് ഞാൻ പ്രൊമോ ഇട്ട ഭാഗമില്ലേ അതിന്റെ ഫുൾ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് വേറെ നല്ല അടിപൊളി എപ്പിസോഡ് ഉണ്ട്. ഒരു ഫാഷൻ പരേഡ് പോലത്തെ ഒരു കോമ്പറ്റീഷൻ. ആ എപ്പിസോഡിന്റെ റിവ്യൂ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.